എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കണ്ണടച്ച് കിടന്ന് ഞാൻ പാതി മയക്കത്തിലായിരുന്നിരിക്കാം. പെട്ടെന്ന് ചീരുവിന്റെ നിലവിളി കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പെട്ടെന്ന് എന്താ സംഭവിച്ചത് പോലും എനിക്ക് മനസ്സിലായില്ല. സ്വപ്നമാണോന്ന് പോലും തോന്നിപ്പോയി. അടുത്ത നിമിഷം ഞാൻ കാണുന്നത് ചീരു നിലത്തേക്ക് വീഴാൻ തുടങ്ങുന്നതാ. ഞാൻ ഓടിച്ചെന്ന് അവളെ വാരിയെടുത്ത് എങ്ങനെയോ കട്ടിലേക്ക് കിടത്തി. എന്താ പറ്റിയത്? ചിരു ചിരു മോളെ, ചിരു നിനക്കെന്താ പറ്റിയത്? നീ എന്തിനാ ഒറ്റയ്ക്ക് എന്നെ വിളിക്കാതെ എഴുന്നേറ്റത്? ചിരു എന്താ പറ്റിയത് നിനക്ക്? ദൈവമേ, അയ്യോ ചിരു, രഘുട്ടാ, അമ്മേ. ഞാൻ ചെന്ന് കിടക്കുമ്പോ അവളെ വിളിച്ചുണർത്തിയാ മതിയായിരുന്നു. ഇതിപ്പോ എന്നെ ശല്യം ചെയ്യണമെന്ന് കരുതിയാവും. ലൈറ്റ് പോലും ഇടാതെ അവള് ബാത്റൂമിൽ പോവാൻ നോക്കിയത്. സാരമില്ല വിനയ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ അതോർത്ത് കരഞ്ഞിട്ടെന്താ കാര്യം? ചീരുനും കുഞ്ഞിനും ഒരാപത്തും വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ചീരു വരുന്ന സൂക്ഷിക്കണ്ടേ. ചിലപ്പോ സ്ഥലം മാറി കിടന്നൊന്നും ഉറക്കത്തിൽ ഓർത്തു കാണില്ല. പഴയതുപോലെ എഴുന്നേറ്റ് നടന്നു കാണും. വീട്ടിലായിരുന്നപ്പോ ഉറക്കത്തിൽ അവളൊന്ന് അനങ്ങിയ പോലും ഞാൻ അറിയും. ഉടനെ എണീറ്റ് ലൈറ്റ് ഇട്ടതിന് ശേഷമേ ഞാൻ അവളെ എഴുന്നേൽക്കാൻ സമ്മതിക്കും. ഇതിപ്പോ സ്ഥലം മാറിയതുകൊണ്ടോ ആരുടെയും ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല. എത്രയോ ദിവസം ചെയ്തു എന്റെ വീട്ടിൽ ഒറ്റയ്ക്കൊരു മുറി കിടന്നാലും ഉറങ്ങിയത്. അന്ന് എന്തെങ്കിലും പറ്റിയോ? ഇല്ലല്ലോ. രഘു പറഞ്ഞ പോലെ ചീരു തന്നെയാണ് ചീരുവിനെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അതില് എന്തെങ്കിലും അപാകത അവൾക്ക് പറ്റിയെങ്കിൽ ബോധം തെളിയുമ്പോ ചീരു തന്നെ പറയും. അങ്കിളെ, ഒരു മിനിറ്റ്.